ഡയാലിസിസ് എന്ന് പറയുന്നത് നമ്മളെയൊക്കെ പേടിപ്പിക്കുന്നതാണ്. അങ്ങനെ ഒട്ടേറെ ആളുകൾ നമുക്കിടയിലുണ്ട്. പക്ഷേ അതിലേറ്റവും സങ്കടകരം കുട്ടികൾ പോലും അങ്ങനെ ഡയാലിസിസുമായി ജീവിക്കുന്ന ഒട്ടേറെ കുട്ടികളുമുണ്ട് എന്നുള്ളതാണ്. ആ പദ്ധതി നിലവിൽ നിലച്ചിരിക്കുന്നു. പെരിറ്റോണിയൽ ഡയാലിസിസ് പദ്ധതി നിലച്ചതോടെ ആയിരക്കണക്കിന് കുട്ടികൾ ഇന്ന് പ്രതിസന്ധിയിലാണ്. ജനറൽ ആശുപത്രികൾ വഴി സൗജന്യമായി ലഭിച്ചിരുന്ന ഡയാലിസിസ് ഫ്ലൂയിഡ് 6 മാസമായി കിട്ടാനില്ല. കൂട്ടുകാർക്കൊപ്പം ഓടിക്കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ ഡയാലിസിസ് ബാഗുമായി ജീവിക്കുന്ന 4 വയസ്സുകാരൻ രാമേശ്വറും അവരിൽ ഒരാളാണ്. കൺട്രീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒരു 190ഓളം അതിൽ മേലെ കൺട്രീസിൻ്റെ ഫ്ലാഗ് ഐഡൻറ്റിഫൈ ചെയ്യും. പിന്നെ അതിൻ്റെ സ്പെല്ലിങ് ഏത് കൺട്രിയുടെ ചോദിച്ചു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ അത് പറയുകയും ചെയ്യും. നമുക്കത് പറഞ്ഞു തരുകയും ചെയ്യും. ഇന്ത്യ, ജപ്പാൻ, ചൈന, ജോർദാൻ. ഇത് നവീൻ കാർത്തിക ദമ്പതികളുടെ മകൻ അമ്പാടി എന്ന രാമേശ്വർ. ജനിച്ച് 1 മാസം കഴിഞ്ഞതോടെ 2 കിഡ്നികളുടെയും പ്രവർത്തനം നിലച്ചു. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഈ കുഞ്ഞു ശരീരത്തിൽ 5 ശസ്ത്രക്രിയകൾ. SAT ആശുപത്രിയിലെ തുടർ ചികിത്സയ്ക്കായി 2.5 വർഷമായി തിരുവനന്തപുരത്ത് വാടക വീടെടുത്താണ് താമസം. വർഷത്തിന് മുകളിലായിട്ട് ട്രീറ്റ്മെൻറ്റിലാണ്. അതിൽ 2.5 വർഷമായിട്ട് നമ്മൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ഇവന് ചെയ്യുന്നത് കുട്ടിയായതുകൊണ്ട് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് ചെയ്യുന്നത്. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ അവർ വയറിൽ ഒരു കത്തീറ്റർ വെച്ച് ചെയ്യുന്നതാണ്. പെരിറ്റോണിയൽ ഡയാലിസിസിനായി ജനറൽ ആശുപത്രികൾ വഴി സൗജന്യ ഫ്ലൂയിഡ് ലഭിച്ചിരുന്നു. എന്നാൽ ആ സൗജന്യം 5 മാസമായി ഇല്ല. രാമേശ്വറിന് 1 മാസത്തേക്ക് 30 ഫ്ലൂയിഡ് ബാഗുകൾ വേണം. 20 മണിക്കൂർ തുടർച്ചയായി ഡയാലിസിസ് ചെയ്യണം. ഇപ്പം നമുക്ക് 1 മാസത്തേക്കുള്ള ഫ്ലൂയിഡാണ് ഒരു കുഞ്ഞിന് കിട്ടിക്കൊണ്ടിരുന്നത് ഫ്രീ ആയിട്ട്. എൻ്റെ മോനാണെങ്കിൽ ഒരു 10,000 രൂപയുടെ മുകളിൽ കരുതണം നമ്മൾ. എല്ലാ കുഞ്ഞുങ്ങൾക്കും 10,000, 15,000, 20,000 ഒക്കെ കരുതേണ്ട അവസ്ഥയാണ്. ചേട്ടൻ ഓട്ടോ ഓടിച്ചിട്ട് ഉള്ള ഒരു വരുമാനത്തിലാണ് നമ്മുടെ കുടുംബം കഴിഞ്ഞു പോണത്. അപ്പോൾ ഇത് ഒരു തുക നമുക്ക് എത്രയായാലും ഒരു തവണയോ നമുക്ക് വാങ്ങിക്കാം എന്ന് വിചാരിക്കാം. പക്ഷെ അത് എല്ലാം നമുക്കത് കുഞ്ഞിന് ട്രാൻസ്പ്ലാന്റ് വരത്തേക്ക് നമുക്കത് എത്തിക്കാൻ ഒരിക്കലും അത് പറ്റില്ല. ഇതുവരെ 20 ലക്ഷത്തിലധികം ചെലവായി. ഇനി മുന്നിലുള്ളത് കിഡ്നി മാറ്റിവെക്കലാണ്. ഓട്ടോ ഡ്രൈവറായ നവീനും ഭാര്യ കാർത്തികയ്ക്കും അത് താങ്ങാനാകാത്തതാണ്. കുറഞ്ഞപക്ഷം താൽക്കാലിക ആശ്വാസമായി സൗജന്യ ഡയാലിസിസ് പദ്ധതിയെങ്കിലും പുനരാരംഭിക്കണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം. ഒരു പൂ തരാമോ? ഒരു കൈ തരാമോ? ക്യാമറമാൻ ഷൈജു ചാവശ്ശേരിക്കൊപ്പം MG പ്രതീഷ്, 24 തിരുവനന്തപുരം. ഡയാലിസിസ് ഏറെ വേദനയുള്ള ഒരു പ്രോസസ്സാണ്. ഒരുപാട് കഠിനമായ നടപടികളിൽ കൂടാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതിനിടയിലും ആ കുഞ്ഞ് അത്രയും പോസിറ്റീവായിട്ടുള്ള ആ ഒരു പാട്ട് പാടി അത്രയും സന്തോഷമായിരിക്കുന്നു. പക്ഷേ അവരുടെ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം എന്തായാലും ആരോഗ്യമന്ത്രി അടിയന്തരമായി തന്നെ വിഷയത്തിൽ ഇടപെടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ ഈ റിപ്പോർട്ട് വയ്ക്കുകയാണ്.